ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഉണക്കമീൻ കൊണ്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു വിഭവമാണ്. നമുക്ക് ട്രോളിംഗ് നിരോധനമൊക്കെ വരുമ്പോൾ പച്ചമീൻ കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്തൊക്കെ കുറച്ച് ഉണക്കമീൻ സ്രാവ് വാങ്ങിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. പിന്നെ അതുമാത്രമല്ല, ഇത് ഉണ്ടായാൽ പച്ചമീൻ പോലും തോറ്റു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഒരു പ്ലേറ്റല്ല 2 പ്ലേറ്റ് ചോറും തിന്നും. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇടിച്ച സ്രാവ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. 2 കപ്പ്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് പീഞ്ഞ വെള്ളമാണ്. 2 കപ്പ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിട്ട് നമ്മൾ സാധാരണ പുളിവെള്ളം ഉണ്ടാക്കുള്ളൂ, അതുപോലെ എടുത്തതായിരുന്നു. അപ്പോൾ 2 കപ്പുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ സ്രാവിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഈ വലിപ്പുള്ള പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തലഭാഗവും വാൽഭാഗവും എല്ലാം ഉണ്ട്. തലഭാഗത്ത് കുറച്ച് എല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിലോട്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 200 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു ഇതുപോലുള്ള പീസായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ, ഡയറക്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം, ഈ പുളിവെള്ളത്തിലോട്ട്. അപ്പോൾ ഒന്ന് ഇത് പുളിവെള്ളത്തിൽ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇതൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒന്ന് പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പുളിവെള്ളം നമ്മൾ യൂസ് ചെയ്യൂല. അപ്പോൾ പക്ഷേ ഇതിൽ 2 മണിക്കൂറൊന്ന് കുതിരണം. അപ്പം നല്ല പുളി നമ്മുടെ മീനിലോട്ട് നല്ലോണം പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് പുളിവെള്ളത്തിലിടുന്നത്. അപ്പോൾ മിനിമം ഒരു 2 മണിക്കൂറൊന്ന് കുതിരട്ടെ. അപ്പോൾ ഞാൻ രാവിലെ ഒരു 9 മണിക്ക് ഇട്ടതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 11 മണിയായി. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇതിലോട്ട് നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 5-6 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാനൊന്ന് വെള്ളം വാരാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഒരു സ്റ്റെയിനറിലോട്ട് വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലുള്ളൊരു അരപ്പ് കല്ലിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് എടുക്കണം. ഇതുപോലെ ഇടിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഈ അരപ്പ് കല്ല് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അമ്മിയിലിട്ട് കുത്തിയാലും മതി. പക്ഷേ ഒരിക്കലും മിക്സിയിലിട്ടൊന്നും കറക്കരുത് കേട്ടോ, അപ്പോൾ പറ്റ പൊടിഞ്ഞു പോകും. നമുക്കൊന്ന് ഇടിച്ചെടുക്കേ വേണ്ടുള്ളൂ. ഇതുപോലെ വന്നാൽ മതി. അമ്മി ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. അമ്മിയിലിട്ടിട്ട് അമ്മിക്കല്ല് വെച്ചിട്ട് നല്ലൊന്ന് ഇടിച്ചെടുത്താൽ മതി, പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ ഞാനിപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ചെയ്തെന്ന് മാത്രമാണ്, അമ്മി പുറത്തായതുകൊണ്ട്. അപ്പോൾ ഇത് എല്ലാം ഞാൻ ഇതുപോലെ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. നന്നായിട്ടൊന്ന് ഇടിക്കണം. നമ്മൾ ആ തലേൻ്റെ ഭാഗത്തെ എല്ലാം ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് ഇടിച്ച് ഇതാക്കണം. ഇനി നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് ചുവന്നുള്ളിയും കൂടി ചതച്ചെടുക്കാം. ചുവന്നുള്ളിയും മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരക്കാൻ പാടില്ല, കാരണം നന്നായിട്ട് അരിഞ്ഞു പോകും. അങ്ങനെ അറിയാൻ പാടില്ല. ഇതുപോലെ ഒന്ന് ഇടിച്ചെടുത്താൽ മതി. അപ്പോൾ ചുവന്നുള്ളി ഇടിച്ചതും നമുക്ക് അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലായതുകൊണ്ട് 2-3 ആയിട്ട് ഇടിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ അമ്മിയിലാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പോൾ ഞാൻ അതും ചുവന്നുള്ളി ചതച്ചതും ഇതിലോട്ട് തന്നെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് സ്രാവും ഇത് ചുവന്നുള്ളിയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അതിന് ശേഷമാണ് നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ചൂടായതിന് ശേഷം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നല്ലൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മുളക് പൊടി ചേർക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മുളക് പൊടി കരിഞ്ഞു പോവും. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മുളക് പൊടി. അപ്പോൾ അത് പോരാന്ന് തോന്നിയപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഇടിച്ച സ്രാവും അതുപോലെ തന്നെ ഇടിച്ച ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു എന്ന് പറയാം. ഇത്ര ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മുളക് പൊടി എണ്ണയും ഈ സ്രാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും എത്തിയെന്ന് ഉറപ്പ് വരുത്തണം. നല്ല പോലെ ഒന്ന് ഇളക്കണം, കാരണം അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഈ മുളക് പൊടി എത്തിയെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അതിന് ശേഷം അതോ പറഞ്ഞാൽ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന്. ഇതുപോലെ നല്ലപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. 3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ചുവന്നുള്ളിലുള്ള വെള്ളമാണ് ഈ ഇറങ്ങി വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം.
ആദ്യം വെച്ച പോലെ തന്നെ ഒരു 3 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒന്നും കൂടി ഉള്ളിലോട്ടൊക്കെ ഒന്ന് മസാല ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെക്കുന്നത്. അപ്പോൾ ഒന്ന് വേവുകയും ചെയ്യണമല്ലോ. നമ്മൾ ചുവന്നുള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോവുകയും വേണം. ഇപ്പോൾ 3 മിനിറ്റ് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. ഒന്ന് നല്ലപോലെ മൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നമ്മൾ തയ്യാറായി നമ്മുടെ ഇടിച്ച സ്രാവ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു സ്രാവ് ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കണം. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഉണക്കമീൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു ഉണക്കമീനിന്. അപ്പോൾ സ്രാവ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി.